തമിഴിന്റെ എല്ലാ നന്മയും ആവാഹിച്ച് ജോസഫ് വിജയ്, കണ്ണ് നിറഞ്ഞ് തൃഷ, മനസ്സ് നിറഞ്ഞ് സ്റ്റാലിൻ, നന്മയുടെ കൊടുങ്കാറ്റായി വിജയ് എന്ന ഇളയ ദളപതി. നമുക്കെല്ലാം ഇഷ്ടമുള്ള വിജയ് ഓരോ ദിവസവും പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ നന്മയുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരിക. ഇന്നതിൽ ഏറ്റവും ആവേശം തോന്നിയത് സ്റ്റാലിനെ, പഴയ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണുകയും അദ്ദേഹത്തിന് ഈ പൊന്നാട ചാർത്തി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെതൊരു പൊന്നാട സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. നന്മയുടെ രാഷ്ട്രീയമാണ്. പുതിയ അധികാരി പഴയ അധികാരിയെ ജയിലിൽ പിടിച്ചിടുകയോ കൊടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയമല്ല. തമിഴ്നാട്ടിൽ പോലും പണ്ട് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ ജയലളിതയുടെ സാരി തൊടുന്ന ആ സംഭവം ഉണ്ടായി. അതിനുശേഷം ജയലളിത അതിശക്തമായ രീതിയിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഏറ്റവും വലിയ മെജോറിറ്റിയോട് ജയിച്ചു വരികയുണ്ടായി. കരുണാനിധിയെ ഒരു കരുണയും ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് പോലീസ് പിടിച്ചു വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത് നമ്മളെല്ലാം ഞെട്ടലോടെ പണ്ട് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിലെ പല ആൾക്കാർക്കും അത് അറിവുണ്ടാവണമെന്നില്ല. പക്ഷേ കരുണാനിധി അങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോയൊരു ചരിത്രം തമിഴ്നാടിനുണ്ട്. കലൈഞ്ചറും ജയലളിതയുടെയും ഒക്കെ കുടിപ്പകയുടെ കാലത്തിന് ശേഷം പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശ്രീ വിജയ് ഇന്നലെ മുതൽ ശ്രീ സ്റ്റാലിനെ അങ്ങോട്ട് വിളിച്ച് സമയം ചോദിക്കുകയും പെർമിഷൻ ചോദിക്കുകയും മറ്റും വരികയാണ്. ഇനി തൃഷയുടെ കാര്യം അതുപോലെ തന്നെയാണ്. തൃഷയുടെ പേരിൽ ഒരുപാട് പേർ വിജയ വിരുദ്ധർ അദ്ദേഹത്തെ ആക്രമിക്കുകയും മറ്റും ചെയ്തു. വിജയ്ക്ക് നിർഭാഗ്യവശാൽ ഒരു ഫെയിൽഡ് മാരേജ് ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു പക്ഷേ തൃഷയെ ഇഷ്ടമായിരിക്കും, ഔദ്യോഗികമായി അവർ അനൗൺസ് ചെയ്തിട്ടില്ല. തൃഷയും വിജയും നല്ല പേരാണ്, നമ്മൾ എത്രയോ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ അതിനെ അവരുടെ പ്രൈവസിയായി ബഹുമാനിക്കുകയല്ലാതെ നമ്മളതിൽ ഈ സദാചാര പോലീസുകാരായി മാറണ്ട. അങ്ങനെ നമ്മളൊരു സദാചാര ഗുണ്ടായിസം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏഷ്യാനെറ്റിന്റെ മീഡിയ വണ്ണിന്റെ വാർത്തകളാണ് എടുത്തിരിക്കുന്നത്. കാണേണ്ട നന്മയാണ്. ലോകവും കേരളവും ഒക്കെ കണ്ടുപഠിക്കേണ്ട നന്മയാണ്. മുഖ്യമന്ത്രി സ്റ്റാലിനെ വീട്ടിലെത്തി കണ്ടു. സ്റ്റാലിനും ഉദയനിധിയും ചേർന്ന് വിജയ് സ്വീകരിച്ചു. ഇതാണ് ആ ദൃശ്യങ്ങൾ. ജോബി ജോർജ് ചേരുകയാണ്. ഇതൊരു നന്മയാണ്. ജോബി, അനൂപ്, ഇന്ന് നിയമസഭയിൽ പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം അടുത്ത സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി TVK പക്ഷത്ത് നിന്ന് JCD പ്രഭാകരന്റെ പത്രികയും നൽകിയതിനു ശേഷമാണ് വിജയ് നേരെ ആൽവാർപേട്ടിൽ MK സ്റ്റാലിന്റെ വീട്ടിലേക്ക് പോയത്. നമുക്കറിയാം, സ്റ്റാലിൻ ഇത്തവണ കൊളത്തൂരിൽ പരാജയപ്പെട്ടതിനാൽ നിയമസഭാംഗമല്ല. നേരത്തെ തന്നെ സ്റ്റാലിനെ കാണുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ടിരുന്നു. സ്റ്റാലിനെ കാണാനുള്ള അനുമതി, അതാണ് ആ നന്മ. വിജയെക്കാട്ടി സീനിയറാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ ഇത്ര വർഷം തമിഴ്നാടിനെ നല്ല രീതിയിൽ ഭരിച്ചതാണ്. ആശയപരമായും പോളിസി വൈസും വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഉദയനിധിയുടെ ഹിന്ദുമതത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചുമുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഒരു നാടിന്റെ മുഖ്യമന്ത്രിയായി നിന്ന് ഭരിച്ചതാണ്. അവരോട് ആ ബഹുമാനം കാണിക്കുന്ന നല്ല തമിഴന്റെ സംസ്കാരം വിജയ്. അതനുസരിച്ചാണ് അദ്ദേഹം ആൽവാർപേട്ടിലെ വീട്ടിലേക്ക് പോയത്. ആ ബോഡി ലാംഗ്വേജ് പോലും നോക്കൂ. സ്റ്റാലിന്റെ മുമ്പിൽ അദ്ദേഹത്തെക്കാൾ വിനയാന്വിതനായിരിക്കുന്ന വിജയ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ നന്മയാണ്. അവിടെ എത്തിയ സമയത്ത് ഉദയനിധി സ്റ്റാലിൻ അത് തികച്ചും നന്മയുടെ അല്ലെങ്കിൽ ഒരുമയുടെ നന്മയുടെ രാഷ്ട്രീയമാണ്. നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഏതൊരു സംസ്ഥാനത്തും ഈ കാര്യം തന്നെ വേണം. ഞാൻ ഏഷ്യാന്റെയും മീഡിയ വണ്ണിന്റെയും DMK അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 3:15 വിജയ് സ്റ്റാലിന്റെ വീട്ടിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഷബീൻ മെഹബൂബ് വിശദാംശങ്ങളുമായി. ഷബീൻ, ഇതൊരു പുതിയ കാഴ്ചയാണ്, പുതിയൊരു സംസ്കാരമാണ്. കൂടിക്കാഴ്ച നടത്തിയതോ അല്ലെങ്കിൽ ജയലളിത കരുണാനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയതോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. തിരിച്ചുണ്ടായിട്ടില്ല. ഇതൊരു പുതിയ പൊളിറ്റിക്കൽ കൾച്ചറാണ്, രാഷ്ട്രീയ സംസ്കാരമാണ്. കടക്കുന്നു. മുൻ മുഖ്യമന്ത്രിയെ കാണുന്നു, വൈക്കോയുമായി കൂടിക്കാഴ്ച നടത്തുന്നു പറയുന്നു. ഇപ്പോ സ്റ്റാലിൻ അദ്ദേഹം അതേപോലെ നമ്മുടെ CPM കാരുടെ ഓഫീസിൽ പോയി. ആ CPM കാരുടെ ഓഫീസിൽ പോയപ്പോൾ അവിടെ കാൾ മാർക്സിന്റെ പ്രതിമയുണ്ട്. അപ്പം തമിഴന്മാരാണ്, അവിടെയും പുഷ്പാർച്ചനയുണ്ട്. കാൾ മാർക്സിന്റെ അവിടെ പുഷ്പാർച്ചന നടത്തുന്ന ശ്രീ ജോസഫ് വിജയ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച, എന്നാൽ പലപ്പോഴും തമിഴ് സംസ്കാര പ്രകാരം കുറി തൊടുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ നന്മയിലാണ് ഇനിയും തമിഴ്നാടിന്റെ ഭാവി എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്.
വീട്ടിൽ ചെന്ന് കണ്ടത്. തമിഴക രാഷ്ട്രീയത്തിലെ വളരെ കൗതുകകരമായ സംഭവ വികാസങ്ങളാണ്. തമിഴ് മാധ്യമങ്ങളൊക്കെ വളരെ ആവേശപൂർവ്വം ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിന് വളരെ പുതുമയുള്ള കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3:15 കൂടിയാണ്, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് പുതിയ നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായത്. അപ്പോൾ തന്നെ വാർത്ത വന്നിരുന്നു, വിജയ് സത്യപ്രതിജ്ഞ പൂർത്തിയായ ശേഷം ഉടൻ തന്നെ സ്റ്റാലിനെ കാണുമെന്ന്. സ്റ്റാലിനോട് രാവിലെ തന്നെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അനുമതി നേടുകയും ചെയ്തിരുന്നു. സ്റ്റാലിനും വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അങ്ങനെ ആ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വേണ്ടത്. സ്റ്റാലിനെ കാണണമെന്ന് വിജയ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, സ്റ്റാലിൻ്റെ അനുമതി ചോദിക്കുന്നു. സ്റ്റാലിൻ്റെ പ്രായത്തെയും സ്റ്റേച്ചറിനെയും, അദ്ദേഹത്തെക്കാൾ മുഖ്യമന്ത്രിയായതാണ്. സ്റ്റാലിൻ തോറ്റതിന് വാദങ്ങളില്ല, അധിക്ഷേപങ്ങളില്ല. സ്റ്റാലിനെ പോയി കാണുന്നു, പൊന്നാട അണിയിക്കുന്നു. ഈ നന്മയുടെ രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ വേണം, ഇന്ത്യയിൽ വേണം, എല്ലാ സ്ഥലങ്ങളിലും വേണം. ആ നന്മയുടെ പ്രതിരൂപമായി മാറിയിരിക്കുന്ന, നന്മയുടെ കൊടുങ്കാറ്റ് ഉയർത്താൻ കഴിയുന്ന വിജയം ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിൽ നന്മയും നന്മ മരവും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മോശമാണ്. അങ്ങനെയല്ല, അതൊരു നല്ല ടേമാണ്. ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, ഉപദ്രവം ചെയ്യാത്ത ഒരു വലിയ നന്മമരമായി, നന്മയുടെ വടവൃക്ഷമായി നമ്മുടെ വിജയ് മാറട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായി ഇനി തൃഷ വരുമോ എന്നറിയില്ല. വരുന്നെങ്കിലും വളരെ സന്തോഷം. തൃഷയും ആക്റ്റീവായ പൊളിറ്റിക്സിൽ ഇറങ്ങട്ടെ. തമിഴ് വാഴുക, വിജയ് വാഴുക. തമിഴ്നാട് ഉന്നതിയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് കുതിക്കട്ടെ.